നമസ്കാരം. മദ്യപച്ചെത്തി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്ത 10ാം ക്ലാസ്സുകാരനായ ബന്ധുവിനെ മാസങ്ങൾക്ക് ശേഷം കാറടിപ്പിച്ച് കൊലപ്പെടുത്തുകയും അപകട മരണം വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും പ്രതിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനെ കുരുക്കിയത് CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശേഖറാണ് കൊല്ലപ്പെട്ടത്. 2023 ഓഗസ്റ്റ് 30-നാണ് ആദിശേഖർ കാറടിച്ച് കൊല്ലപ്പെടുന്നത്. ആദിശേഖർ കൂട്ടുകാർക്കൊപ്പം പുളിങ്കോട് ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് വാൾ ഷെഡിൽ തന്നെ സൂക്ഷിച്ച് ഇപ്പോൾ മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കാർ കയറ്റി കൊലപ്പെടുത്തുന്നതിനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുളിങ്കോട് ക്ഷേത്രത്തിൽ CCTV ക്യാമറയിൽ നിന്നാണ് ലഭിച്ചത്. മാമ ഇവിടെ മൂത്രമൊഴിക്കുന്നത് ശരിയാണോ എന്ന ആദിശേഖരന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. ഇത് കൂടെ ഉണ്ടായിരുന്ന കുട്ടിയിൽ നിന്ന് ആദിശേഖർ സ്വന്തം സൈക്കിൾ വാങ്ങി കയറാൻ തുടങ്ങുന്നതിനിടയിൽ പിന്നാലെ വേഗത കുറച്ചു വന്ന ഇലക്ട്രിക് കാർ KL19N6957 എന്ന കാർ വേഗത കൂട്ടി കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം കടന്നു പോവുകയായിരുന്നു. പ്രതി പ്രിയരഞ്ജൻ സ്ഥിരം മദ്യപാനിയാണെന്നും സംഭവ സമയത്ത് മദ്യപിച്ചിരുന്നതായും മുൻകൂട്ടി പദ്ധതിയിട്ട കൊലയാണെന്നുമൊക്കെ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ആദിശേഖരന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ സംശയം ഉന്നയിച്ചതോടെയാണ് അപകട മരണമായി ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് നരഹത്യയായി പരിഗണിച്ചത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രിയരഞ്ജനെ കുഴിത്തുറയിൽ നിന്നാണ് പിടികൂടിയത്. ഒടുവിൽ നാടിനെ ഞെട്ടിച്ച കൊലക്കേസിൽ പ്രതി പ്രിയരഞ്ജൻ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്തം കടഞ്ഞ തടവും കോടതി വിധിച്ചു. കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരനെ കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ CCTV ദൃശ്യമായിരുന്നു. പൂവച്ചൽ പുളിങ്കോട് അരുണോദയത്തിൽ അധ്യാപകനായ അരുൺകുമാറിന്റെയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയായ ഷീബയുടെയും മകനാണ് ആദിശേഖർ. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. 2023 ഓഗസ്റ്റ് 30-ന് വൈകിട്ടോടെ 5:30-യോടെയായിരുന്നു പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം മുന്നിലായി ആദിശേഖർ കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. ക്ഷേത്ര ഗ്രൗണ്ടിൽ കളി കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങുകയായിരുന്ന ആദിശേഖറിനെ പ്രതി കാറടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. കാറടിച്ചുണ്ടായ അപകട മരണം എന്ന രീതിയിലാണ് ആദ്യം പോലീസ് കേസെടുത്തിരുന്നത്. കാർ ഓടിച്ചിരുന്ന പ്രിയരഞ്ജനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ വ്യക്തമായ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് വഴിത്തിരിവായി. പ്രതി മനഃപൂർവ്വം കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ഇതോടെ വ്യക്തമായി. തുടർന്ന് പ്രതിക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ആദിശേഖരും സുഹൃത്തും സൈക്കിൾ ചവിട്ടി പോകാൻ തുടങ്ങിയതാണ്. പിന്നാലെ അതുവരെ റോഡിൽ നിർത്തിയിരുന്ന കാർ പ്രിയരഞ്ജൻ മുന്നോട്ടെടുത്തു. തുടർന്ന് കുട്ടിയെ ഇടിച്ചിട്ട് അതിവേഗത്തിൽ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. പ്രിയരഞ്ജൻ കുട്ടിയെ മനഃപൂർവ്വം കാറടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സംശയം ഇതോടെ ബലപ്പെടുകയും കുടുംബം പരാതി നൽകുകയുമായിരുന്നു. പ്രതിയായ പ്രിയരഞ്ജൻ ആദിശേഖരൻ അകന്ന ബന്ധു കൂടിയാണ്. നേരത്തെ പ്രിയരഞ്ജനും ആദിശേഖരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിനുള്ള കാരണമായതെന്ന് പോലീസിന്റെ കണ്ടെത്തലുണ്ട്. പ്രിയരഞ്ജൻ മദ്യപിച്ചെത്തി ക്ഷേത്രമതിലിൽ മൂത്രമൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആദിശേഖർ ഇത് ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അവസ്ഥ.